4000 വർഷങ്ങൾക്ക് മുമ്പുണ്ടാക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ ടെമ്പിൾ കോംപ്ലക്സ് ആയ കർണാക് ടെമ്പിൾ കണ്ട കഥയാണ് ഇന്ന് പറയാൻ പോണത്. ലക്സറിലത്തെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസം അതിരാവിലെ തന്നെ ഞങ്ങൾ ടെമ്പിൾ കാണാൻ പോയി. 200 ഏക്കറിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഈ ഒരു ടെമ്പിൾ കോംപ്ലക്സിൽ പല പല ടെമ്പിളുകളുണ്ട്. ഇതിലത്തെ സൂര്യഭഗവാന് വേണ്ടി ഉണ്ടാക്കിയ ഈ ഒരു മെയിൻ ടെമ്പിൾക്ക് മാത്രമാണ് ടൂറിസ്റ്റുകൾക്ക് ഇപ്പോൾ ആക്സസ് ഉള്ളൂ. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റാണ് ഈ കാണുന്ന ഗ്രാൻഡ് ഹാളിലുള്ള ഭീമാകാരമായ 21 മീറ്ററോളം ഹൈറ്റുള്ള 134 പില്ലേഴ്സ്. സിംഗിൾ റോക്കട്ടായി ഓരോ പില്ലറിൻ്റെയും മുകളിൽ പൂ പോലത്തെ ഇതളുകൊണ്ടുള്ള ഒരു റൂഫ് ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ പൊളിഞ്ഞു പോയി. ഇവരുടെ ബേർഡ് ലാംഗ്വേജിലുള്ള ഒരുപാട് ചിത്രപ്പണികളൊക്കെയാണ് ഓരോ പില്ലേഴ്സിലുള്ളത്. ഈ പില്ലേഴ്സൊക്കെ ഇവിടുന്ന് 3 മണിക്കൂർ ഡ്രൈവിംഗ് ഡിസ്റ്റൻസ് ഉള്ള അസ്വാൻ എന്ന് പറഞ്ഞ സിറ്റിയിലത്തെ ക്വാറിയിൽ നിന്ന് പണ്ട് കട്ട് ചെയ്ത് കാവ് ചെയ്ത് നൈൽ റിവറിൽ കൂടെ ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടാണ് ഇവിടെ ഈ ടെമ്പിൾ അവർ പണിതിട്ടുള്ളത്. 2000 വർഷത്തോളം 30 ഫറോമാർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഈ ടെമ്പിൾ ഈ രൂപത്തിലായിട്ടുള്ളത്. ഫിദക്ക് വേണ്ട ഒരുപാട് ഇൻസ്റ്റഗ്രാം ഷോട്ട്സൊക്കെ ഞാൻ ഇവിടുന്ന് ഷൂട്ട് ചെയ്ത് കൊടുത്തു. അതാണ് ഇവിടെ ഈ പ്രേതത്തിൻ്റെ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഇതൊക്കെ കണ്ട് എമി സഹിച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പുറത്ത്. ഈ ടെമ്പിളിൽ നിന്നുള്ള കുറേ പില്ലേഴ്സും സ്തൂപങ്ങളൊക്കെ പണ്ട് റോമൻസ് യൂറോപ്പിൻ്റെ പല ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അത് ഫ്രാൻസിലും ലണ്ടനിലും ടർക്കിയിലൊക്കെ കാണാൻ പറ്റും. സന്താനഭാഗ്യവും സ്നേഹം ഉണ്ടാകാനായിട്ട് പഴയൊരു വിശ്വാസപ്രകാരം വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ഒരു ബീറ്റിലിൻ്റെ പ്രതിമയ്ക്ക് ചുറ്റും നടക്കും. നല്ലൊരു കുട്ടിയും ആവശ്യത്തിലധികം സ്നേഹമുള്ളത് കാരണം ഞങ്ങൾ പിന്നെ നടക്കാൻ പോയില്ല. ഈ കോംപ്ലക്സിൽ വലിയൊരു അമ്പലക്കുളമൊക്കെ പിന്നിൽ കാണാൻ പറ്റും. ഇതുപോലത്തെ ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ പോകുമ്പോൾ ടൂർ ഗൈഡ്സ് വന്നിട്ട് നമ്മളോട് പൊതിയും. സൈ കേട്ടിട്ട് ഒരു ചങ്ങാനെ ഞങ്ങൾ കൂടെ കൂട്ടി. മൂപ്പർക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടും ബാക്കിയുള്ളതൊക്കെ ഇത്തിരി ഒന്ന് തള്ളിയിട്ടും ഞങ്ങളെ മൂപ്പര് സംതൃപ്തരാക്കി. റോമൻസൊക്കെ വന്നു പോയതിനു ശേഷം പിന്നെ ഒരുപാട് സമയം ഈ ടെമ്പിൾ ഫ്ലഡും എർത്ത്ക്വേക്കൊക്കെ കാരണം മണ്ണിൻ്റെ അടിയിലായിരുന്നു. ഓവർ ദ ടൈം ഇതിൻ്റെ മുകളിലൊരു ചെറിയ വില്ലേജ് വരെ ഉണ്ടായിരുന്നു. പിന്നെ ഏകദേശം 250 വർഷങ്ങൾക്ക് മുന്നാണ് ഫ്രഞ്ച് ആർക്കിയോളജിസ്റ്റൊക്കെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ഡിസ്കവറി കണ്ടുപിടിച്ചതും പിന്നെ ഇത് എക്സ്കവേറ്റ് ചെയ്ത് ഇതിനെ പുറത്തെടുത്ത് ഇതിനെ പ്രിസർവ് ചെയ്ത് ഈ ഒരു രൂപത്തിൽ റീകൺസ്ട്രക്ട് ചെയ്ത് ഉണ്ടാക്കിയത്. ടെമ്പിളൊക്കെ കണ്ട് ആസ്വദിച്ച് തിരിച്ചു പോകണ ഈ കോംപ്ലക്സിനുള്ള റെസ്റ്റോറൻറ്റിൽ കയറി നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് വെച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ആനന്ദകരമാക്കാൻ വേണ്ടി എമിയുടെ വക ഒരു ഡാൻസും ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ അവിടുന്ന് വണ്ടി എടുത്ത് നൈൽ റിവർ ക്രോസ് ചെയ്ത് വെസ്റ്റ് ബാങ്കിലുള്ള വാലി ഓഫ് ദ കിങ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോയി.